ഒരു വക്കത്ത് നമസ്കാരം കഴിഞ്ഞൊരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒന്നീ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാകും, അല്ലെങ്കിൽ നരകത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാകും. അള്ളാഹു നമ്മളെ സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. ഇതാ നിസ്കാരം. സ്വർഗത്തിൽ പോകണമെങ്കിൽ 50 കൊല്ലം നിസ്കരിക്കണമെന്നില്ല, ഒറ്റ വക്കത്ത് നിസ്കരിച്ചാൽ മതി. പക്ഷെ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കണം. ഒറ്റ വക്കത്ത് മതി സ്വർഗത്തിൽ പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് നിസ്കരിച്ചു കഴിഞ്ഞ് ഒന്നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. നമ്മുടെ നിസ്കാരം എന്താ? വെറുതെയല്ല. ഇതൊക്കെയാ വാപ്പ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു. കാരണം നിങ്ങളൊക്കെ ചോദിക്കുമല്ലോ, സിറാജ് ഉസ്താദെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ എല്ലാ കാര്യവും ഓർമ്മ വരൂലേ? വരുവോ ചങ്ങാതി? എന്താ പറയാൻ മടിയുണ്ട്? നിസ്കരിക്കാൻ കഴിയിട്ട് അതിലെ പഴയ ആൾക്കാർ പറയണേ, താക്കോൽ എവിടെ വെച്ചറിയില്ല, ഒന്ന് നിസ്കരിക്കട, ഇപ്പൊ ഓർമ്മ വരും. അതന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ മുഴുവനും ഓർമ്മ വരും. കാരണം എന്തേ? നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ ഇടതുഭാഗത്ത് ഒരു ഇബ്ലീസ് വന്ന് നിന്നിട്ട് എല്ലാം ഓർമ്മപ്പെടുത്തുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അളിയാ, നിനക്ക് അവൻ പൈസ തരാനുണ്ടടാ, നിനക്ക് അവൻ അൻവർ തരാനുണ്ട്, അല്ലെങ്കിൽ അവൻ തരാനുണ്ട്, ഇവൻ തരാണ്ട്, എല്ലാം ഇങ്ങനെ ചെവിയിൽ പറഞ്ഞു തരും. ആര്? ഇബ്ലീസ്. ഇടത് ഭാഗത്ത് അവൻ നിന്നിട്ട് ഇങ്ങനെ പറയും. കാരണം അള്ളാനെ കളിയാക്കടാ, മുന്നിൽ റബ്ബ് നിൽക്കുന്നുണ്ട്, ഒരു പരിഗണനയും കാണിക്കണ്ട. എടാ, പടച്ചവൻ കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നതാ, അവനും അള്ളാനെ നോക്കണ്ട, അള്ളാനെ ഒന്നും പരിഗണിക്കൊന്നും വേണ്ടതാ. ഈ ഞാൻ പറയണ കേക്ക്, നിനക്ക് പൈസ തരാണ്ട്, നിനക്ക് അത് കിട്ടാനുണ്ട്, ഇത് കിട്ടാനുണ്ട്, നിന്റെ സാധനം അവിടെ ഉണ്ട്. ഇബ്ലീസ് എല്ലാം പറഞ്ഞു തരും. അപ്പൊ വലതു ഭാഗത്ത് നിൽക്കുന്ന ഒരു മലക്ക് പറയും, എടാ സിറാജെ, നീ എവിടാ നിൽക്കണെന്നറിയോ? അള്ളാന്റെ മുന്നില്. എന്നോട് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയും. ഇടതുഭാഗത്ത് നിന്ന് ഇബ്ലീസ് പറഞ്ഞു തരുമ്പോ വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയും, സിറാജേ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ മുന്നിലാടാ സിറാജ നിൽക്കണേ. അള്ളാന്റെ മുന്നിലാടാ. നീ അള്ളാനെ കാണുന്നില്ലെങ്കിലും അള്ള നിന്നെ കാണുന്നുണ്ട്. ഈ ശൈത്താൻ പറയുന്നത് നീ അനുസരിക്കല്ലേടാ. ഭയഭക്തിയോടുകൂടി നിൽക്കടാ സിറാജെ. കൈകെട്ടിയപ്പോ നീ എന്തേ പറഞ്ഞത്? ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. കരാറ് ചെയ്തവനാ നീ. അല്ലാ, എന്റെ ജീവിതം, എന്റെ ചലനം, എന്റെ സർവ്വതും അല്ലാ നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടാ നിക്കണ സിറാജെ. നേരെ ചൊവ്വ നിക്കടാ, നേരെ ചൊവ്വ നിക്കടാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മലക്കിങ്ങനെ പറഞ്ഞു തരും. റുകൂഇൽ പോകുമ്പോ, സുജൂദിൽ പോകുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, പാവങ്ങൾ മുഴുവനും. അതുകൊണ്ടാ മഹാന്മാര് പഠിപ്പിച്ചു തന്നത്. സ്വഹാബികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ സുജൂദ് ദീർഘിപ്പിക്കണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരുപാട് നേരം സുജൂദിൽ കിടക്കണം. കാരണം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സുജൂദ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ സുജൂദിൽ കിടക്കുമ്പോ അല്ലാഹുവേ, മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ആ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ താഴെ വീഴുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്ന് നിൽക്കും. നമ്മൾ സുജൂദിൽ കിടക്കുമ്പോ ഈ പാപം ഇങ്ങനെ പൊഴിഞ്ഞു വീഴുകയാ. ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞു വീഴുകയാ. അല്ലാഹുവേ, എവിടെന്ന് മലക്ക് പറയുകയാണ്, നീ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അവിടെന്ന് സലാമങ്ങ് വീട്ടിൽ കഴിയുമ്പോ മലക്ക് കെട്ടിപ്പിടിക്കുന്നു, സിറാജേ, നീ സ്വർഗവാസിയാടാ സിറാജ്, നീ സ്വർഗത്തിന്റെ അവകാശിയാടാ, നീ സ്വർഗത്തിന്റെ അവകാശിയാടോ. അല്ലാഹുവേ, മലക്കുകൾ സ്വർഗത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അല്ലാഹുവേ, മരിച്ചാ നീ സ്വർഗത്തിലാ. ഇന്ന് ഇശാ നിസ്കരിച്ചവരെ നാളെ സുബഹിക്ക് നിസ്കരിക്കാൻ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ മരിച്ചാ സ്വർഗത്തിലാ. അതാ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ മലക്ക് പറയുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഇബ്ലീസിന്റെ വാക്ക് കേട്ടാൽ അല്ലാഹുവേ, മലക്ക് കരയുകയാ. എടാം നശിച്ചവനെ, എടാം നഷ്ടവാളി, അല്ലാഹനെ മറന്നു കളഞ്ഞല്ലോടാ. സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോടാ. ഈ നിസ്കാരം നേരെയായിരുന്നെങ്കിൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോടാ സിറാജ്.
നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അടുത്ത വക്കത്തിന് മുമ്പങ്ങാണം നീ മരിച്ചു പോയാൽ, അടുത്ത വക്കത്തിന് മുമ്പങ്ങാണം നീ മരിച്ചു പോയാ നീ നരകത്തിന്റെ അവകാശിയാണോ എന്ന് മലക്കുകൾ കരഞ്ഞുകൊണ്ട് പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അതാണ് വാപ്പ പറഞ്ഞു കൊടുക്കുന്നത്. മോനെ, നമസ്കരിക്കണേ പൊന്നുമോനെ. ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. നീ അത് പറയാറുണ്ടോ? നിന്റെ പൊന്നാര മക്കളെ, പ്രായപൂർത്തിയായ മക്കളെ ചാരത്ത് പിടിച്ച് നിർത്തിയിട്ട് നിസ്കരിപ്പിക്കണ്ട ബാധ്യത നിനക്കുണ്ടല്ലോ വാപ്പാ. എന്തേ നിന്നെ കൊണ്ട് കഴിയാത്തത്? എന്റെ പ്രിയമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? തന്റെ പൊന്നാര മക്കളെ നല്ലതുപോലെ ജീവിക്കുന്നത് കാണാനല്ലോ. ഇരിക്കുന്ന കാലം വരെ ഒരു തന്റെ മുന്നിലും കൈനീട്ടാതെ പടച്ചവനെ തന്റെ മക്കൾ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോട് എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതെന്തെന്നറിയോ? നിങ്ങളുടെ മക്കൾ അന്യവന്റെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുന്നത് കാണാൻ നിനക്ക് കൊതിയുണ്ടെങ്കിലോ നീ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മക്കളെ സ്നേഹിക്കുന്ന ഓരോ വാപ്പമാരോട്, ഭാര്യയെ സ്നേഹിക്കുന്ന ഓരോ ഭർത്താക്കന്മാരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ لا نسألك رزقا نحن نرزقه والعاقبة للتقوى. തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയെത്തിയോ? തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പയുണ്ടെങ്കിലോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ്. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം. എഴുന്നേറ്റു, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടു, എഴുന്നേക്കാമിന, എഴുന്നേക്കടി, മക്കളെ വിളിച്ചുണർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഒരു നീതിമാനായ വാപ്പയ്യ സദസ്സിലുണ്ടെങ്കിലോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം മരിക്കുന്ന കാലം വരെ പിരിവെടുക്കണ്ട. പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് പിരിവ് നടത്തണ്ട. ഒരു സംഘടനയുടെ ഓഫീസിന്റെ മുന്നിലും നീ പോകണ്ട. അല്ലാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും കഴിക്കാറുള്ള ഭക്ഷണം ഞാൻ തരാ. അല്ലാഹു പറയുകയാണ്, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാറുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് പടച്ച റബ്ബാ പറയുന്നത്. രണ്ട്, തന്റെ നീതിമാനായ ഭരണാധികാരിയായ തന്റെ ഭാര്യ മക്കളെ വിളിച്ച് നിസ്കരിപ്പിക്കുന്ന ഉപ്പ അല്ലാഹു പറയുകയാ, നല്ല മരണം നിനക്ക് വേണോ? പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ലോ, അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ലോ, കുടുംബ മഹിമ കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ലോ. നിനക്ക് വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം വേണോ? കാണുന്നവരെ കൊതിപ്പിക്കുന്ന മരണം വേണോ? ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ? വൽആഖിബത്തുൽ തഖ്വാ. അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ബാപ്പമാരോട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം, മോനെ, എന്റെ പൊന്നുമകൻ നമസ്കരിക്കാ തീരുമാനിച്ചാൽ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ. മൂന്നാമത് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? വഇയ്യാക വത്തമഅ ഫഇന്നഹു ഫഖറൽ ഹാദിറ. എന്റെ ഉപ്പമാര് കേട്ടോ, എന്റെ ഉമ്മമാര് കേട്ടോ, മൂന്നാമത്
ഒന്നാമത്തെ ഉപദേശം എന്തായിരുന്നെന്നറിയുവോ? എന്റെ പൊന്നുമകൻ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കാ പാടില്ല. മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവും എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യമാണ് മോനെ. അവിടെ ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്, ഒരാളുടെ കയ്യിലിരിക്കുന്നതും ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചാ ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും, നിനക്കല്ല ദാരിദ്ര്യം വരും. എന്നിട്ട് പറയുകയാ, അത്യാഗ്രഹം കാണിക്കല്ലേ. ഇതല്ലേ വാപ്പാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഒരു മകന് കൊടുക്കേണ്ട ഇതിനെക്കാളും വലിയ ഉപദേശം എന്താ? മോനോട് പറഞ്ഞു കൊടുക്കണമെടോ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴോ അല്ലാഹു മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണത്തിന്റെ മുകളില് അല്ലാഹു നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് നീയല്ലാതെ ലോകത്ത് മറ്റൊരാളും കടിക്കൂല. നിനക്ക് കിട്ടേണ്ട പൈസയുണ്ടല്ലോ. നീ എത്ര വയസ്സ് വരെയാണ് ജീവിക്കുന്നത്? നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണോ? നിന്റെ ഭാര്യ ആരാണോ? നിനക്ക് എത്ര മക്കളുണ്ടാകും? നീ എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കും? നിന്നെ എവിടെയാണ് കബറടക്കുന്നത്? ഇത് സർവ്വതും ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് വന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് തട്ടാൻ ആരെക്കൊണ്ടും പറ്റൂല. അതുകൊണ്ട് എന്റെ പൊന്നമകൻ ആർത്തി കാണിക്കരുത്, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാണെന്ന് വാപ്പതന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുക്കുമ്പോ ഇന്ന് നേരെ തിരിച്ചാണല്ലോ. പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ കൊടുക്കുന്നത് മോനെ പണത്തിനോടുള്ള ആർത്തിയാ. പണമില്ലാതെ ജീവിക്കാ കഴിയില്ലോ, പണമില്ലാതെ ജീവിക്കാ കഴിയില്ലോ. നല്ലതുപോലെ പഠിച്ച് നല്ല ഭാവിയുണ്ടായി നല്ല ജോലി കിട്ടി നല്ല സമ്പാദ്യമുണ്ടെങ്കിലോ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ എങ്കിലേ നല്ലതുപോലെ ജീവിക്കാൻ കഴിയൂ. അതാ 10 വയസ്സുള്ള പൊന്നുമകന്റെ ഹൃദയത്തിന്റെ കൊത്തൂക്ക് ഇന്നത്തെ മാതാപിതാക്കള് പണത്തിനെ കുറിച്ചുള്ള ആർത്തി പറഞ്ഞു കൊടുക്കുമ്പോ അതാ നിന്റെ മോന് എത്ര കിട്ടിയാലും തികയാത്തത്, എത്ര കിട്ടിയാലും നിന്റെ പൊന്നുമകന് തികയാത്തതിന്റെ കാരണമതോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് നിങ്ങൾ ആരെ പോലെ ആകണമെന്നറിയുമോ? മഹാനായ അബൂദറുൽ ഗഫാരി ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് വാപ്പാനെ പോലെയാകോ, ഈ വാപ്പയെ പോലെയാണ് നിങ്ങളാകേണ്ടത്. മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവസാനം സക്കറാത്തിന്റെ അവസ്ഥയില് അവിടുന്ന് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ പൊന്നാര മക്കളെ അടുത്ത് വിളിക്കുകയാ. പൊന്നാര മക്കള് എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, മക്കളെ വാപ്പാനെ വെറുപ്പാണോ? വാപ്പയോട് ദേഷ്യമാണോ? വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്ന മനുഷ്യരാ. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പയുടെ കയ്യിൽ 5 നയാ പൈസയില്ല. വാപ്പയുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുമോ? വാപ്പ ഇന്ന് മരിച്ചാൽ, നിങ്ങളുടെ വാപ്പ ഇന്നെങ്ങാനും മരിച്ചു പോയാൽ കഫം തുണി വാങ്ങാൻ 1 രൂപ എന്റെ കയ്യിലില്ല മക്കളോ. 1 രൂപ ഈ വീടിന്റെ അകത്തെടുക്കാറില്ല. ഒരു നല്ല പുതിയ തുണി ഈ വീടിന്റെ അകത്തില്ല. എന്റെ മയ്യത്ത് പൊതിയാൻ ഒരു തുണി പോലും ഈ വീടിന്റെ അകത്തില്ല. ഇതാണ് നിങ്ങളുടെ വാപ്പയുടെ അവസ്ഥ. എന്നിട്ട് തന്നെ മക്കളോട് പറയുകയാ, മക്കള് കരയണ്ട, എന്റെ മക്കള് പേടിക്കണ്ട. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ? എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം. എന്നിട്ട് എന്റെ ജനാസ
ചുമന്നുകൊണ്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കണം. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ഉംറ കഴിഞ്ഞ് വരുന്ന ആരെയെങ്കിലും കണ്ടാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കണ്ടിട്ട് അവിടെ നിന്ന് ഉംറ കഴിഞ്ഞ് വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടാ പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാ, മയ്യത്ത് തുണി വാങ്ങാ പൈസയില്ലോ, അതാ ഒരു നല്ല തുണിയും എടുക്കാറില്ല, അതുകൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് എന്റെ മയ്യത്തെന്ന് പൊതിഞ്ഞിട്ട് കബറടക്കാ പറയടേ മക്കളെ. അല്ലാഹുവേ, അബൂദർ ഗഫാരി തങ്ങൾ അവിടെ നിന്ന് യാത്രയാവുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കള് വാപ്പ പറഞ്ഞതുപോലെ വാപ്പയുടെ ജനാസ കുളിപ്പിക്കുകയാണ്. എന്നിട്ട് മയ്യത്ത് ചുമന്നുകൊണ്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാത്തു നിൽക്കുകയാ. ആരെയാ കാത്തു നിൽക്കുന്നത്? ഉംറ കഴിഞ്ഞ് വരുന്നവരെയോട്. കാരണം മയ്യത്ത് പുതിയ തുണിയില്ലല്ലോ. അതാ കുറെ സമയം കഴിയുമ്പോ ഒരു സംഘം കടന്നു വരികയാണ്. ഉംറ കഴിഞ്ഞാണ് കടന്നു വരുന്നത്. അവരുടെ നേതാവാരെന്നറിയുമോ? മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, മക്കള് കരന്നുകൊണ്ട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ്, ഞങ്ങളുടെ വാപ്പയാണ്, ഞങ്ങളുടെ ഉപ്പയുടെ മയ്യത്ത് പുതിയ കഫൻ തുണിയില്ലോ, വാങ്ങാ പൈസയുമില്ലോ, ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാര് കഫൻ പൊതിഞ്ഞിട്ടൊന്ന് കബറടക്കടേ. മക്കള് കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ വാപ്പാ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, പെട്ടെന്ന് പണക്കാരനാകാനുള്ള വഴി എന്താണെന്നാ നീ തിരയുന്നത്? പെട്ടെന്ന് എങ്ങനെയാണ് പണക്കാരനാകാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത്, കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. പെട്ടെന്ന് പണക്കാരനാകാനല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാണ്. ആരാ നടന്നു വരുന്നത്? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു വരുന്നത് കാണുമ്പോ റസൂലുള്ള കരയുകയാ. മുത്തുനബിയുടെ കണ്ണുനീരൊഴുകുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ കരയുന്നത്? എന്തിനാണ് നബിയെ കരയുന്നത്? മുസബേ, നിന്റെ പഴയ രംഗം ഞാനൊന്ന് ഓർത്തുപോയി മുസബേ. ആരാ മിസ്അബ് എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മിസ്അബ്. സ്വർണ്ണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ. ആ മിസ്അബ് ഉണ്ടല്ലോ, അവസാനം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. എന്തിനാ പ്രവാചകൻ കരഞ്ഞതെന്നറിയുമോ? മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയോ? 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവെച്ച പുതപ്പാ. 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു പുതപ്പം ധരിച്ചാണ് മുത്തുനബിയുടെ മുന്നിലേക്ക് ഈ ചെറുപ്പക്കാരെ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മിസ്അബ്, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാറുള്ള കൊതി കൊണ്ടാണ് നബിയേ.
സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട മൂന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കാൻ പാടില്ല. കാരണം അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാ. അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. മോനെ, അത്യാഗ്രഹം പാടില്ലോ, അത്യാഗ്രഹം പാടില്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തന്റെ മക്കളെ പഠിപ്പിക്കടൂ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉരുൾപൊട്ടലുണ്ടാകാറുള്ള കാരണം എന്തെന്നറിയുമോ? കൊടുങ്കാറ്റടിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? നിപ പോലെയുള്ള വൈറസ് രോഗങ്ങൾ പടരാറുള്ള കാരണം എന്തെന്നറിയോ? ദുരന്തങ്ങൾ വരാനുള്ള കാരണം എന്തെന്നറിയുമോ? ഒന്ന്, ഇമാമുന്നാദിലോ, നീതിമാനായ ഭരണാധികാരികളോ അല്ലാഹുവേ ലോകത്തോ നാട്ടിലോ പള്ളിയിലോ കുടുംബത്തിലോ ഇല്ലാതെ വന്നാൽ അവിടെ അല്ലാഹുവിന്റെ അദാബുകൾ ആ നാട്ടിലേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം നീതിമാന്മാർ ഇന്ന് ലോകത്തില്ലാതെ പോയി. ഉണ്ടെങ്കിൽ തന്നെ വളരെ കയ്യിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.